നേപ്പാൾ അതിർത്തിയിലൂടെ 3 പാക് ഭീകരർ ബീഹാറിലേക്ക് നുഴഞ്ഞു കയറിയതായി രഹസ്യാന്വേഷണ വിഭാഗം. സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാക് പൗരന്മാരായ 3 പേരാണ് നുഴഞ്ഞു കയറിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ പാക് ഭീകരരുടെ പേരുകൾ സഹിതമാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. റാവൽപിണ്ടി, ഉമർകോട്ട്, ബഹാവൽപൂർ എന്നീ ഭീകര കേന്ദ്രങ്ങളിൽ നിന്നുള്ള 3 പാക് ഭീകരരാണ് നേപ്പാൾ വഴി ബീഹാറിലെത്തിയതായി വിവരമുള്ളത്. മറ്റ് വിവരങ്ങൾ? നിലിമ, നേപ്പാളിലൂടെ ബീഹാറിലേക്ക് 3 പാകിസ്ഥാൻ ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് വിശദമായ പരിശോധന ബീഹാറിലുടനീളം നടന്നു വരികയാണ്. ആ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാനിലെ റാവൽപിണ്ടി സ്വദേശി ഹുസ്നൈൻ അലി, കൂടാതെ ഉമർകോട്ട് സ്വദേശി ആദിൽ ഹുസൈൻ, ബഹവൽപൂർ സ്വദേശി മുഹമ്മദ് ഉസ്മാൻ, ഈ 3 ഭീകരരാണ് ഓഗസ്റ്റ് 2-ാം വാരത്തിൽ നേപ്പാളിലെത്തുകയും കഴിഞ്ഞ ആഴ്ച അതിർത്തിയിലൂടെ ബീഹാറിലേക്ക് എത്തി എന്ന കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇവരെ കണ്ടെത്തുന്നതിനും ഇവരുടെ മിഷൻ, അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ഭീകരാക്രമണം നടത്താനുള്ള മിഷൻ തകർക്കാനുമുള്ള ഓപ്പറേഷൻ ഇതിനോടകം തന്നെ സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്ന് നടത്തി വരികയാണ്. നേരത്തെയും ബീഹാറിൽ ഫുൽവാടി ഷെരീഫ് നഗറിൽ ഭീകരവാദ പരിശീലന ക്യാമ്പ് നടത്തിയിരുന്നു. അതിൽ IS ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ സാന്നിധ്യവും ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തുകയും ഭീകരവാദ ക്യാമ്പ് നടത്തിയവരെ അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് ബീഹാറിലേക്ക് നേപ്പാൾ വഴി പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലനം ലഭിച്ച ഭാരതത്തിന്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ള 3 ഭീകരർ ഇപ്പോൾ നേപ്പാളിലേക്ക് അവർ കഴിഞ്ഞ ഓഗസ്റ്റിലെ ഈ ഓഗസ്റ്റ് 2-ാം വാരത്തിലെത്തിയെന്നും കഴിഞ്ഞ ആഴ്ച അതിർത്തി കടന്ന് ബീഹാറിലേക്ക് എത്തി എന്നുള്ളതുമാണ് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഈ രഹസ്യ വിവരം നേരത്തെ തന്നെ സുരക്ഷാ ഏജൻസികൾക്ക് നൽകിയിരുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ബീഹാറിലും ഒപ്പം സമീപ സംസ്ഥാനങ്ങളിലും നടത്തി വരികയാണ്. യാതൊരു തരത്തിലും ഭീകരാക്രമണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളോ നടക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിക്കൊണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രങ്ങളും ടോപ്പ് കമാൻഡർമാരെയും ഭാരതം തകർത്തിരുന്നു. ഭാരതത്തിന്റെ മിസൈലുകൾ ബഹവൽപൂരിലെ ഉൾപ്പെടെ ഭീകര കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ മുതിർന്ന കമാൻഡർമാരെ ഈ അതിർത്തി കടന്നു വരുന്ന ഭീകരർക്കൊപ്പം ഇത്തരം ഭീകരാക്രമണങ്ങൾ അതീവ ജാഗ്രതയാണ് ബീഹാറിൽ നിലനിൽക്കുന്നത്. 3 പാക് ഭീകരർ നേപ്പാൾ വഴി ബീഹാറിലേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്.